പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിപ്പോൾ ആറ്റം മോഡൽസുകളെക്കുറിച്ചാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാദ്യം തോംസൺസ് മോഡൽ, ദെൻ റൂദർഫോർഡ്സ് മോഡൽ, അതൊക്കെ പഠിച്ചു. റൂദർഫോർഡ് മോഡലിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, അതെന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അത് ഓവർകം ചെയ്യാനായിട്ടാണ് അടുത്ത ഒരു ആറ്റം മോഡൽ, ബോർ ആറ്റം മോഡൽ സജസ്റ്റ് ചെയ്തത്. ആ ബോർ മോഡൽ മറ്റ് പല കാര്യങ്ങളും, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഡ്യുവൽ ബിഹേവിയറും ആറ്റോമിക് സ്പെക്ട്ര പോലെയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ബോർ അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തത്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഡ്യുവൽ ബിഹേവിയർ എന്താണെന്നും ലൈൻ സ്പെക്ട്രം, ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രം എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. ഇനി നമുക്ക് ബോർ മോഡലിൻ്റെ പോസ്റ്റുലേറ്റ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ബോർ മോഡൽ ഫോർ ഹൈഡ്രജൻ ആറ്റം, അതിൽ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പോയിൻ്റ്, ദി ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ക്യാൻ മൂവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർക്കുലർ പാത്ത് ഓഫ് ഫിക്സഡ് റേഡിയസ് ആൻഡ് എനർജി. ദീസ് പാത്ത്സ് ആർ കാൾഡ് ഓർബിറ്റ്സ് ഓർ എനർജി ലെവൽസ് ഓർ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്ന് പറയും. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസുകൾ റിവോൾവ് ചെയ്യുന്നത് ഒരു ഫിക്സഡ് പാത്തിലൂടെയാണ്, അതായത് റെഗുലർ ആയിട്ടുള്ള ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള സർക്കുലാർ പാത്തിലൂടെയാണ് റിവോൾവ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ പാത്തുകളെ നമ്മൾ ഓർബിറ്റ്സുകൾ എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്ന് പറയാം, എനർജി ലെവൽസ് എന്നൊക്കെ പറയാറുണ്ട്. ഈ പാത്തിന് 1, 2, 3 എന്നുള്ള നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 1 ആണെങ്കിൽ ആദ്യത്തെ എനർജി ലെവൽ, ഇത് സെൻറ്ററിൽ ന്യൂക്ലിയസ് ആണ്, ന്യൂക്ലിയസിൻ്റെ അടുത്ത് 1 എനർജി ലെവൽ, ദെൻ 2, 3, 4 എന്ന് പറഞ്ഞിട്ടാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്. ഇതിനെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നാണ് പറയുക. നമ്മൾ പിന്നീട് ക്വാണ്ടം നമ്പേഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അതായത് ഈ ഒരു ഓർബിറ്റിലായിരിക്കുന്ന സമയത്ത് ഇലക്ട്രോണിൻ്റെ എനർജി കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഓർബിറ്റലിലുള്ള ഒരു ഇലക്ട്രോണിന് ഒരു ഫിക്സഡ് എനർജി ഉണ്ടാവും, ആ എനർജിയിൽ യാതൊരു മാറ്റവും വരുന്നില്ല, കൂടുകയോ കുറയോ ഒന്നും ചെയ്യുന്നില്ല. അതേപോലെ സെക്കൻഡ് ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോണിനും ഒരു പെർട്ടിക്കുലർ എനർജി ഉണ്ട്. ആ എനർജിയിൽ, അതായത് ആ ഇലക്ട്രോൺ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റലിൽ ഇരിക്കുന്നിടത്തോളം കാലം അതിൻ്റെ എനർജിയിൽ യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇനി എപ്പോഴാണ് ആ എനർജിയിൽ മാറ്റം വരിക? അതാണ് അടുത്ത പോയിൻ്റ്. ദ എനർജി ഈസ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് വെൻ ആൻ ഇലക്ട്രോൺ മൂവ് ഫ്രം വൺ ഓർബിറ്റ് ടു അനദർ ഓർബിറ്റ്. ഒരു ഓർബിറ്റിൽ നിന്നും മറ്റൊരു ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ മാത്രമാണ് എനർജി അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. അതായത് ഈ ഒന്നാമത്തെ ഓർബിറ്റിൽ ഇരിക്കുമ്പോൾ എനർജിക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. പക്ഷേ ഒന്നാമത്തെ ഓർബിറ്റിലുള്ള ഇലക്ട്രോണ് രണ്ടാമത്തെ, അതായത് ഹയർ എനർജിയുള്ള രണ്ടാമത്തെ എനർജി ലെവലിലോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യണം? ഒരു എനർജി അബ്സോർബ് ചെയ്യണം. ഓക്കെ, ഒരു പെർട്ടിക്കുലർ റേഡിയേഷനെ അബ്സോർബ് ചെയ്താലേ രണ്ടാമത്തേലേക്ക് വരാൻ പറ്റുള്ളൂ. അതേസമയം തിരിച്ച് സംഭവിക്കുകയാണെങ്കിൽ, അതായത് രണ്ടാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണ് ഒന്നാമത്തെ ഷെല്ലിലോട്ട്, ഒന്നാമത്തെ എനർജി ലെവലിലോട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ എനർജി കൂടുതലുള്ളതാണ് അല്ലേ, അതിനേക്കാളും കുറവുള്ള എനർജി ലെവലിലോട്ട് പോകുമ്പോൾ എമിറ്റ് ചെയ്ത അല്ലെങ്കിൽ അബ്സോർബ് ചെയ്ത റേഡിയേഷനെ അതെന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും. എമിഷനാണ് അവിടെ നടക്കുന്നത്. അതാണ് നമ്മൾ ഈ പറഞ്ഞ പോയിൻറ്റിനർത്ഥം. എനർജി ഈസ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് വെൻ ആൻ ഇലക്ട്രോൺ മൂവ് ഫ്രം വൺ ഓർബിറ്റ് ടു അനദർ ഓർബിറ്റ്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ എനർജി എമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യും. ഇനി എത്ര എനർജിയാണ് ഈ എമിറ്റ് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്? അതെന്ന് പറയണത് that is equal to the difference between the energies of two energy level. The amount of energy emitted or absorbed is equal to the difference between the energies of two energy level. അതായത് ഡെൽറ്റ ഇ പറഞ്ഞാൽ എനർജി ഡിഫറൻസ്. ഇപ്പോൾ ഫസ്റ്റ് ലെവലിൽ നിന്നും സെക്കൻഡ് ലെവലിലേക്ക് പോകുന്നു എങ്കിൽ അപ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന എത്ര എനർജിയാണ് അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര എനർജിയാണ് എമിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആ രണ്ട് എനർജി ലെവലിൻ്റെയും എനർജീസിൻ്റെ ഡിഫറൻസിന് തുല്യമായിരിക്കും. അപ്പോൾ ഡെൽറ്റ ഇ ഈക്വൽ ടു നമുക്ക് E2 മൈനസ് E1 എന്ന് പറയാം. ഹിയർ E1ഉം E2 എന്ന് പറയുന്നത് എനർജീസ് ഓഫ് ദി ലോവർ എനർജി ലെവൽ ആൻഡ് ഹയർ എനർജി ലെവലാണ്. E1 ലോവർ എനർജി ലെവലിൻ്റെ എനർജിയും E2 എന്ന് പറയുന്നത് ഹയർ എനർജി ലെവൽസിൻ്റെ എനർജിയുമാണ്. അപ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ E2 മൈനസ് E1 എന്നുള്ളത് എടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനർജി എമിറ്റ് ചെയ്യുകയാണെങ്കിൽ അബ്സോർബ് ചെയ്യണതും എങ്ങനെയാണ്? ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ടാണ്, ഫോട്ടോൺസിൻ്റെ രൂപത്തിലാണ്. ആ ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് hν ആണ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു എന്ത് പറയാം, എച്ച് ന്യൂ, E2 - E1 വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് ന്യൂ കണ്ടുപിടിച്ചുകൂടെ, ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. അതായത് എമിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് മ്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ദ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. എന്താണ് ഈ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത്? നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ലീനിയർ മൊമെൻറ്റത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. പി എന്നൊരു ലെറ്റർ കൊണ്ടാണ് ലീനിയർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി MV എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. അതേസമയം ഒരു സർക്കുലാർ മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിനാണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം നമ്മൾ ആംഗുലാർ മൊമെൻറ്റം എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നമുക്കിങ്ങനെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I ഇൻറ്റു ഒമേഗ ആംഗുലാർ വെലോസിറ്റി ഇതൊക്കെ ചെയ്തിട്ടാണ് കിട്ടുക. ഞാൻ അത്രയും ഡീറ്റെയിൽസുകളൊന്നും നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല, നമുക്ക് മനസ്സിലാക്കാൻ ഇത്രയും ആവശ്യം മതി. ആംഗുലാർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു M ഇൻറ്റു VR എന്നുള്ള ഫോർമുല. ഇവിടെ M എന്ന് പറയുന്നത് മാസ് ഓഫ് ദി, ഇവിടെ നമ്മൾ എന്തിനെയാണ് കൺസിഡർ ചെയ്യുന്നത്, ഇലക്ട്രോണിനെയാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഇലക്ട്രോൺസ് ആണ് ഈ സർക്കുലാർ പാത്തായ ഓർബിറ്റലിലൂടെ റിവോൾവ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ M ഇവിടെ ഇലക്ട്രോണിൻ്റെ മാസിനെയാണ് സൂചിപ്പിക്കുന്നത്. V ഇസ് ദ വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ, R ഇസ് ദ റേഡിയസ് ഓഫ് ദി സർക്കുലാർ പാത്ത്. അപ്പോൾ MVR എന്നുള്ളത് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തിന് തുല്യമാണെന്നാണ് പറയുന്നത്, NH/2π. ഹിയർ N is equal to 1, 2, 3 എന്നുള്ളതാണ്. അതായത് ആംഗുലാർ മൊമെൻറ്റം, ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആണ്. ക്വാണ്ടൈസ്ഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കൂ, ആംഗുലാർ മൊമെൻറ്റത്തിന് നമ്മൾ പറഞ്ഞു NH/2π എന്ന് പറഞ്ഞു. അപ്പോൾ N1 ആണെങ്കിൽ ആദ്യത്തെ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ h/2π ആയിരിക്കും. ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ Nന് പോസിബിളായ വാല്യൂ 2 എന്നുള്ളതാണ്. അപ്പോൾ സെക്കൻഡ് ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് 2h/2π എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു h/π എന്നുള്ളതായിരിക്കും. അതേപോലെ 3 ആണെങ്കിൽ 3h/2π എന്ന് വരും. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിന് ഇങ്ങനെ ചില ഡിസ്ക്രീറ്റ് വാല്യൂസുകൾ മാത്രമേ പോസിബിൾ ആവുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ക്വാണ്ടൈസ്ഡ് എന്ന്, ഞാൻ അതിന് മുമ്പൊരു ക്ലാസ്സിൽ എന്താണ് ക്വാണ്ടൈസ്ഡ് എന്നുള്ള ആ ഒരു വാക്ക് കൊണ്ട് അർത്ഥമാക്കണത് എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ചില ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രമേ പോസിബിൾ ആവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആംഗുലാർ മൊമെൻറ്റം വരുന്ന സർക്കുലാർ പാത്തുകൾ മാത്രമേ ന്യൂക്ലിയസിന് ചുറ്റും ഉണ്ടാവുള്ളൂ എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ആംഗുലാർ മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് NH/2πക്ക് ഈക്വൽ ആയിരിക്കും. ഇവിടെ N എന്ന് പറയുന്നത് 1, 2, 3, 4 എക്സെട്ര ആണ്. ഓക്കെ, അതായത് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ബോർ മോഡലിൻ്റെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. ഒന്ന് വേഗത്തിൽ പറയാം ഏതൊക്കെയാണെന്നുള്ളത്. ഒന്ന് പറഞ്ഞത് ഇലക്ട്രോൺസ്, ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺസുകൾ ന്യൂക്ലിയസിന് ചുറ്റും ഒരു സർക്കുലാർ പാത്തിലാണ് റിവോൾവ് ചെയ്യുന്നത്. ആ സർക്കുലാർ പാത്തിനെ ഓർബിറ്റ്സ്, എനർജി ലെവൽസ്, സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്നൊക്കെയാണ് പറയുക. ഇനി ഒരു പർട്ടിക്കുലർ ഓർബിറ്റലിലായിരിക്കുമ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജിക്ക് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഓർബിറ്റിൽ നിന്നും വേറൊരു ഓർബിറ്റലിലോട്ട് പോകുമ്പോഴാണ് എനർജിയിൽ വ്യത്യാസം വരിക. ആ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് ഫൈനൽ എനർജി ലെവൽ മൈനസ് ഇനീഷ്യൽ എനർജി ലെവലിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു h ന്യൂ ആണ്. അതിൽ നിന്ന് മ്യൂ ഈക്വൽ ടു ഡെൽറ്റ E/h എന്ന ഫോർമുലയിലൂടെ നമുക്ക് ഫ്രീക്വൻസി കാണാനായിട്ട് പറ്റും. ദെൻ ലാസ്റ്റ് പോയിന്റ്, ആംഗുലാർ മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഓക്കെ, ഇതൊക്കെയാണ് ബോർ മോഡലിൻ്റെ പോസ്റ്റ്ലേറ്റ്സ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പോസ്റ്റ്ലേറ്റ്സ് എഴുതാനായിട്ട് പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട്, നന്നായിട്ട് പഠിക്കണം. നെക്സ്റ്റ് നമുക്ക് ബോർ മോഡലിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, എന്തൊക്കെ മെറിറ്റ്സാണ് ബോർ മോഡലിനുള്ളതെന്ന് നോക്കാം. ഒന്നാമത്തേത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂദർഫോർഡ് മോഡലിൻ്റെ ലിമിറ്റേഷൻസ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഡ്രോബാക്സ് ഓഫ് റൂദർഫോർഡ്സ് മോഡൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൽ ആദ്യത്തെ പോയിന്റ് പറഞ്ഞത് ഇതാണ്, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ലിമിറ്റേഷനെ ബോർ മോഡൽ ഓവർകം ചെയ്തു എന്നുള്ളതാണ്. എന്താ നോക്കൂ, ദിസ് മോഡൽ കുഡ് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബോർ മോഡലിന് സാധിച്ചു. അതെങ്ങനെയാണ്? അതിന് മുമ്പ് നമുക്ക് റൂദർഫോർഡിൻ്റെ ആ ലിമിറ്റേഷൻ ഒന്ന് ഓർത്ത് നോക്കാം. അതിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പ്രകാരം അതിൻ്റെ എനർജി നഷ്ടമാവുന്നു എന്നും അവസാനം അത് ന്യൂക്ലിയസിലേക്ക് വന്ന് പതിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആറ്റം അൺസ്റ്റേബിളായി മാറും
പക്ഷേ ആറ്റം സ്റ്റേബിളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതൊന്നും എന്തുകൊണ്ടാണ് അങ്ങനെ ഇലക്ട്രോൺ വന്ന് ന്യൂക്ലിയസിലോട്ട് വന്ന് വീഴുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തത് എന്നുള്ളതൊന്നും റൂദർഫോർഡ് മോഡലിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ബോർ മോഡലിൽ നമ്മൾ ഒരു പോസ്റ്റുലേറ്റ് പറഞ്ഞത് എന്താണ്? ബോർ മോഡലിൽ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, ഒരു പെർട്ടിക്കുലർ ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഇരിക്കുമ്പോൾ അതിൻ്റെ എനർജിയിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞിരുന്നു. ആസ് ലോങ് ആസ് ആൻ ഇലക്ട്രോൺ ഈസ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് ഇറ്റ്സ് എനർജി ഡസ് നോട്ട് ചേഞ്ച്. എനർജിയിൽ യാതൊരു മാറ്റവും വരുന്നില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ഒരിക്കലും അതിൻ്റെ എനർജി കുറയുകയാണെങ്കിലല്ലേ അത് ന്യൂക്ലിയസിൽ വന്ന് വീഴാനുള്ളൊരു സാധ്യതയുള്ളൂ. ഇതിപ്പോൾ എനർജിയിൽ യാതൊരു മാറ്റവും വരുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ആ ഓർബിറ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം അതിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലാതെ അതിൻ്റെ എനർജിയിൽ യാതൊരു മാറ്റവും വരുന്നില്ല. ഒരു ഓർബിറ്റിൽ നിന്നും വേറൊന്നിലേക്ക് പോകുമ്പോൾ മാത്രമേ അതിൻ്റെ എനർജിയിൽ വ്യത്യാസം വരുള്ളൂ. പക്ഷേ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം അതിൻ്റെ എനർജിയിൽ വ്യത്യാസം വരുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ ഒരിക്കലും ന്യൂക്ലിയസിൽ വന്ന് വീഴുന്നു എന്നുള്ളൊരു സാധ്യത ഇല്ല. അപ്പോൾ അങ്ങനെയാണ് ബോർ മോഡൽ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്തത്. അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഹി കുഡ് എക്സ്പ്ലെയിൻ ദ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബോർ മോഡൽ ഉപയോഗിച്ച് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആറ്റം മോഡൽ എടുക്കുന്ന സമയത്ത് 1, 2, 3 എന്നുള്ള എനർജി ലെവൽസുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു ലോവർ എനർജിയിൽ നിന്നും ഹയർ എനർജിയിലേക്ക് ഇലക്ട്രോൺ വരികയാണെങ്കിൽ, ലോവർ ടു ഹയറിലോട്ട് ഇലക്ട്രോൺ വരികയാണെങ്കിൽ എനർജി അല്ലെങ്കിൽ റേഡിയേഷനെ അബ്സോർബ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ഈ രണ്ടാമത്തെ ഹയർ എനർജിയിൽ നിന്നും തിരിച്ച് ഇലക്ട്രോൺ ലോവർ എനർജിയിലേക്ക് പോകുമ്പോൾ അതെന്ത് ചെയ്യുന്നു? ആ അബ്സോർബ് ചെയ്ത റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്നു. ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ വേവ് ലെങ്ത് ഏതാണോ ആ വേവ് ലെങ്ത് റീജിയണിലായിരിക്കും പലതരത്തിലുള്ള സ്പെക്ട്രൽ ലൈൻസുകൾ നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നമ്മളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഹൈഡ്രജൻ സ്പെക്ട്രം പറഞ്ഞിരുന്നു. അപ്പോൾ ബോർ മോഡലിൽ ഇങ്ങനെയാണ് ബോർ മോഡൽ പറഞ്ഞിരിക്കുന്നത്. ഹയർ എനർജിയിൽ നിന്നും ലോവറിലോട്ട് ഇലക്ട്രോണുകൾ തിരിച്ചു വരുമ്പോൾ അത് പെർട്ടിക്കുലർ റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുന്നു. ആ എമിറ്റഡ് റേഡിയേഷനാണ് നമുക്ക് ലൈൻസുകളായിട്ട് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതാണ് ഒരു പോയിൻ്റ്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഈ ബോർ മോഡൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ഓർബിറ്റിലുള്ള അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ ഓർബിറ്റുകളിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ്. ഓക്കെ, അപ്പോൾ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഇതാണ് എഴുതിയിരിക്കുന്നത്. En ഇസ് ഈക്വൽ ടു, En എന്ന് പറഞ്ഞാൽ nth എനർജി ലെവൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. En ഇസ് ഈക്വൽ ടു -RH ഇൻറ്റു 1/n². ഇവിടെ RH എന്ന് പറയുന്നത് റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്, നമ്മളിതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ 2.18 ഇൻറ്റു 10⁻⁻18 ജൂളാണ്. നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ പഠിക്കുമ്പോഴൊരു റിഡ്ബർഗ് ഇക്വേഷൻ പഠിച്ചിരുന്നു അല്ലേ. അവിടെയും നമ്മൾ റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് പറഞ്ഞു, പക്ഷേ അവിടെ വാല്യൂ 109,677 cm⁻⁻1 എന്നാണ് വന്നത്. അത് cm⁻⁻1 വാല്യൂ ആണ്, ഇത് ജൂളിലുള്ള വാല്യൂ ആണ് 2.18 ഇൻറ്റു 10⁻⁻18 എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ RH പകരം ഈ വാല്യൂ കൊടുത്തൂടെ? അപ്പോൾ നോക്കൂ, En ഇസ് ഈക്വൽ ടു -2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു 1/n² ജൂൾ എന്നുള്ളത് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിൻ്റെ എനർജി എന്തായിരിക്കും? ഫസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി എന്തായിരിക്കും? ഇവിടെ എന്നിനൊക്കെ പകരം 1 എന്ന് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ E1 ഇസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? -2.18 ഇൻറ്റു 10⁻⁻18 ജൂൾ എന്നുള്ളതാണ് ഫസ്റ്റ് ഓർബിറ്റിൻ്റെ. ഇനി സെക്കൻഡ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജിയാണ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ എന്നിന് പകരം എന്ത് കൊടുത്താൽ മതി? 2 എന്ന് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഓരോ ഓർബിറ്റുകളിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ നോക്കൂ, പക്ഷേ എനർജിക്ക് ഒരു മൈനസ് വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് എനർജി ഒരു മൈനസ് ആയിട്ട് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? സാധാരണ എനർജി അങ്ങനെ ഒരു നെഗറ്റീവാണ് എന്നുള്ളത് നമ്മൾ പറയാറില്ല. അതായത് ഇവിടെ അത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്. സപ്പോസ് നമ്മളൊരു അസ്യൂം ചെയ്യണം, അതായത് ന്യൂക്ലിയസിൽ നിന്നും വളരെ അകലെയുള്ള ഒരു ഇലക്ട്രോൺ, അതായത് ന്യൂക്ലിയസിൻ്റെ യാതൊരുവിധ അട്രാക്ഷനൊന്നും ഇല്ലാതെ നമുക്കതിനെ പറയാം ഇൻഫിനിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ എന്ന് പറയാം. ഓക്കെ, അവിടെ n ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെന്ന് പറയാം. എനർജി ലെവൽ ഇൻഫിനിറ്റി ആണ്, അതായത് ന്യൂക്ലിയസിൽ നിന്നും വളരെ അകലെയുള്ളൊരു ഇലക്ട്രോണിൻ്റെ അവിടെ യാതൊരുവിധ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഒന്നും തന്നെ ഇല്ല. ആ ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് നമ്മൾ 0 ആയിട്ട് അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, 0 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോണ് വീണ്ടും ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് വരും തോറും, അതായത് താഴെയുള്ള എനർജി ലെവലിലേക്ക് വരും തോറും അതിൻ്റെ എനർജി എന്തായിട്ട് മാറും? അപ്പോൾ നെഗറ്റീവ് വാല്യൂ ആയിട്ടാണ് വരുന്നത്.
അപ്പോൾ അതിൻ്റെ വാല്യൂസ് കൂടുന്നുണ്ടെങ്കിലും മോർ ആൻഡ് മോർ നെഗറ്റീവായിട്ടാണ് വരിക. n=∞ നിന്നും ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് ഇലക്ട്രോൺസ് വരുംതോറും അവിടെ അട്രാക്റ്റീവ് ഫോഴ്സൊക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനർജി എന്തായിട്ട് വരുന്നു? നെഗറ്റീവ്. അത്ര മാത്രം മനസ്സിലാക്കാനാണ് അവിടെ ഒരു നെഗറ്റീവ് എന്നുള്ള സിമ്പൽ. അതായത് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ എനർജി 0 ആണ്. അപ്പോൾ ആ 0യിൽ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് എന്താണ്? നെഗറ്റീവ് വാല്യൂ ആണ് വരിക എന്നുള്ളത് കാണിക്കാനാണ് നമ്മളിവിടെ ഈ എക്സ്പ്രഷനിൽ ഇവിടെ മൈനസ് എന്നുള്ള ഒരു സിമ്പൽ ചേർത്തിരിക്കുന്നത്. ഇനി അടുത്ത ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ബോർ മോഡൽ യൂസ് ചെയ്തിട്ട്, ബോർ തിയറി യൂസ് ചെയ്തിട്ട് നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിലെ ഓർബിറ്റിൻ്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാനും സാധിക്കും. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ആൻ ഓർബിറ്റ് ഇൻ ദ ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ അതിൻ്റെ ഫോർമുല ഇതാണ്. നോക്കൂ, Rn = nth ഓർബിറ്റിൻ്റെ റേഡിയസ് n² a0 എന്ന് എഴുതാം. a0ൻ്റെ വാല്യൂ 52.9 പൈക്കോമീറ്റർ ആണ്. അപ്പോൾ നോക്കൂ, Rn = എന്തെഴുതാം? ഈ a0 എന്നുള്ളതിന് പകരം 52.9 n² എന്ന് എഴുതിക്കൂടെ? ഓക്കെ. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് ഓർബിറ്റിൻ്റെ റേഡിയസ് എന്താ എഴുതാൻ പറ്റുക? എന്നിന് പകരം ഇവിടെ 1 കൊടുത്തു. അപ്പോൾ അതെന്ത് തന്നെയാണ്? 52.9 പൈക്കോമീറ്റർ എന്ന് തന്നെയാണ്. ഹൈഡ്രജൻ്റെ ആറ്റത്തിൽ നമുക്കറിയാം ഒരൊറ്റൊരു ഓർബിറ്റ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ റേഡിയസ് അപ്പോൾ 52.9 പൈക്കോമീറ്റർ എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ബോർ ഓർബിറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ. ഇനി ഇതുപോലെ നമുക്ക് എന്നിൻ്റെ 2, 3 എന്നൊക്കെ വാല്യൂസ് കൊടുക്കുമ്പോൾ ഓരോ ഓർബിറ്റിൻ്റെയും റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിൻ്റ്, Bohr model can also be applied to hydrogen-like species such as helium plus, lithium 2+, beryllium 2+ എന്നുള്ള ഹൈഡ്രജനെ പോലെയുള്ള സ്പീഷീസുകളിൽ നമുക്ക് അത്തരത്തിലുള്ള എലമെൻസുകളുടെയും നമുക്ക് എനർജിയും റേഡിയസും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബോർ തിയറി ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോർമുലയുണ്ട്. അപ്പം എന്താണ് ഈ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് വെച്ചാൽ, ഹൈഡ്രജൻ്റെ എത്ര ഇലക്ട്രോണാണ് ഉള്ളത്? 1 ഇലക്ട്രോൺ അല്ലേ. ഇപ്പോൾ ഹീലിയം എടുത്താൽ ഹീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ നമുക്കറിയാം 2 ആണെന്ന്. അപ്പോൾ ഹീലിയം പ്ലസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹീലിയം പ്ലസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് 1 ഇലക്ട്രോൺ പോയി. അപ്പോൾ ബാക്കി ഹൈഡ്രജനിൽ പിന്നെ ഹൈഡ്രജനല്ല, ഹീലിയത്തിൽ ബാക്കി എത്ര ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ? 1 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. അതേപോലെ ലിഥിയം എടുത്താലും ലിഥിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 3 ആണ്. ഓക്കെ. അപ്പോൾ ലിഥിയം 2+ എന്ന് പറഞ്ഞാൽ ലിഥിയത്തിൽ നിന്നും 2 ഇലക്ട്രോൺ പോയി. ബാക്കി പിന്നെ അതിൽ എത്ര ഇലക്ട്രോണേ ഉള്ളൂ? 1 ഇലക്ട്രോൺ. അപ്പോൾ ഇതൊക്കെയും ഹൈഡ്രജൻ്റെ പോലെ തന്നെയാണല്ലോ. ഹൈഡ്രജനിൽ 1 ഇലക്ട്രോൺ ഉള്ളത് പോലെ ഹീലിയം പ്ലസിലും ലിഥിയം 2+ലും ഒക്കെ എന്തേ ഉള്ളൂ? 1 ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് പറയുന്നത്. ഹീലിയം പ്ലസ്, ലിഥിയം 2+, ബെർലിയം 2+, ഇതൊക്കെ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിൻ്റെയും എനർജിയും റേഡിയസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൻ്റെ ഫോർമുല ഇങ്ങനെയാണ്: En = -2.18 × 10⁻⁻18/n² z². ഇവിടെ ആ z² എന്നുള്ളൊരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ റേഡിയസ് = 52.9 n² / z. ഇവ 2 ഇക്വേഷനിലും z എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഈ എലമെൻസിൻ്റെ ആറ്റോമിക് നമ്പർ. ഓക്കെ. ഹീലിയത്തിൻ്റെ ആണെങ്കിൽ ആറ്റോമിക് നമ്പർ 2 ആണ്, ലിഥിയം ആണെങ്കിൽ 3 ആണ്, ബെർലിയം 4 ആണ് വരുന്നത്. അപ്പോൾ ഹിയർ z റെപ്രസെൻറ്റ്സ് ദി ആറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെൻറ്റ്. അപ്പോൾ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിൻ്റെ എനർജിയും റേഡിയസും കാൽക്കുലേറ്റ് ചെയ്യാനും ബോർ തിയറി യൂസ് ചെയ്തിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതേപോലെ അടുത്തൊരു മെറിറ്റാണ്, ഇറ്റ് ഈസ് ആൾസോ പോസിബിൾ ടു കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ മൂവിങ് ഇൻ ദ ഓർബിറ്റ്. ഓരോരോ ഓർബിറ്റിലും മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനും ഏതുപയോഗിച്ച് സാധിക്കുന്നുണ്ട്? ബോർ തിയറി യൂസ് ചെയ്ത് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഇക്വേഷൻസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ആ പോയിൻ്റ് മാത്രം ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ബോർ മോഡലിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഒന്നുകൂടെ നമുക്ക് മെറിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന്, ഇറ്റ് കുഡ് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. അതുപോലെ ദിസ് മോഡൽ കുഡ് എക്സ്പ്ലെയിൻ ദ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ദെൻ calculate the energy of an electron in a particular orbit and also the radius of the orbit. ഒരു ഓർബിറ്റിൻ്റെയും റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ദെൻ ബോർ മോഡൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിൻ്റെ എനർജിയും റേഡിയസും കാൽക്കുലേറ്റ് ചെയ്യാം. ഓരോ ഓർബിറ്റിലുമുള്ള ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ ബോർ തിയറി യൂസ് ചെയ്തിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് അതിൻ്റെ മെറിറ്റ്സ്. അപ്പോൾ മെറിറ്റ്സ് ചോദിച്ചാൽ നിങ്ങളിങ്ങനെ ഓരോ എക്സ്പ്ലനേഷനും എഴുതേണ്ട ആവശ്യമില്ല, പോയിൻറ്റുകൾ
പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് റൈറ്റ് എനി 2 മെറിറ്റ്സ് ഓഫ് ബോർ മോഡൽ എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ മെയിൻ പോയിന്റ് മാത്രം എഴുതി വെച്ചാലും മതിയാകും. ഓക്കെ, ഇറ്റ് കുഡ് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം ആൻഡ് ഇറ്റ് കുഡ് എക്സ്പ്ലെയിൻ ദ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ, അങ്ങനെയുള്ള പോയിന്റുകൾ എഴുതി വെക്കാനായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് ബോർ മോഡലിൻ്റെ പോസ്റ്റുലേറ്റ്സുകളെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ മെറിറ്റ്സും. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫോർമുലാസ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഈ ഫോർമുലയൊക്കെ ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഫോർമുലകൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതിൻ്റെ ഓരോ പോയിന്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെറിറ്റ് ആണെങ്കിലും ശരി, പോസ്റ്റുലേറ്റ്സ് ആണെങ്കിലും പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബോർ മോഡൽ ഉപയോഗിച്ചിട്ട് ലൈൻ സ്പെക്ട്രത്തിന്, ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളത് ഒന്നുകൂടെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. അതുകൂടാതെ അതിൻ്റെ ലിമിറ്റേഷൻസ്, ബോർ മോഡലിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട്. അതിപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞാൽ കുറച്ചുകൂടെ ലെങ്തി ആയി പോകും വീഡിയോസ്. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം.